വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് കുമ്മനം രാജശേഖരൻ സർക്കാർ വിശ്വാസികളെ അടുപ്പിക്കാൻ ഹിന്ദു സമൂഹത്തെ കരുവാക്കുകയാണെന്ന് കുമ്മനം പറഞ്ഞു. മറ്റ് സമുദായങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇടപെടാൻ സർക്കാരാണ് ഹിന്ദു സമുദായത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മതേതര സർക്കാർ വിശ്വാസികളെ വിളിച്ചുകൂട്ടുന്നത് ശരിയാണോ എന്നും കുമ്മനം ചോദിച്ചു. ഇത് ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചുകൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ? അല്ലെങ്കിൽ അത് ന്യായമാണോ, പ്രസക്തമാണോ, ഔചിത്യമുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്ന് നിങ്ങൾക്ക് അവിടുത്തെ വിശ്വാസികളൊന്ന് വിളിച്ചുകൂട്ടരുത്. അങ്ങനെ വിളിച്ചുകൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിന് എങ്ങനെ വിളിച്ചുകൂട്ടാൻ പറ്റും? അതൊരു ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ്. അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറ്റു അവകാശവാദം. ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ്. അതിന് ആഗോള പ്രശസ്തിയുണ്ട്. അതിൽ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശബരിമല ക്ഷേത്രത്തിന് കഴിയില്ല. അതാണ് അവസ്ഥ. ഇനി എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം, ശബരിമലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ശബരിമല വിശ്വാസികളാണ് നല്ല ഭൂരിപക്ഷം ആൾക്കാർ. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു. സ്വാഭാവികമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധി ആൾ, ആയിരക്കണക്കിന് ആൾ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതി അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കേസുകൾ നിരവധിയുണ്ട്. എത്രയോ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീരബലിദാനികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ഇൻ്റർവ്യൂവിന് അതിൽ ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തടയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിന് ആൻസറില്ല. ഇത് നടത്തരുതെന്നൊന്നും ആരും പറയുന്നില്ല. അയ്യപ്പ സംഗമം അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നൊന്നും അഭിപ്രായമില്ല. നടത്തിക്കോട്ടെ. പക്ഷേ ഈ സംശയം സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയണം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയായ VN വാസവനെ അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമില്ലെന്നും കുമ്മനം പറഞ്ഞു. ദേവസ്വം ബോർഡല്ല, സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതും വാസവനല്ലേ എന്ന് കുമ്മനം ചോദിച്ചു. അല്ല, സർക്കാരാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്, വാസവനാണ്, അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഇത് പറയേണ്ടത്? പറഞ്ഞില്ല, മാറിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയി? ദേവസ്വം മന്ത്രിയാണ്. എവിടെ പോയി? അതും DMKയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും സ്വീകരിച്ചിരിക്കുന്ന, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, മന്ത്രി. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ? കാർഡ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ലോക കേരള സഭ. ഈ കേരള ഗവൺമെൻറ് എംബ്ലമാണ് വെച്ചിരിക്കുന്നത്. ആ എംബ്ലം വെച്ച ലെറ്ററുകളിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ സർക്കാരിന് ഇത് എന്തിനു നടത്തണം? ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക, അല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്ത്. ഇതിനും തയ്യാറാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ സർക്കാരിന് ഇതൊന്നും പിന്തിരിയാനൊന്നും പറ്റിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി എന്തോന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ നോക്കിയില്ലേ? അയ്യപ്പന്മാരുടെ സംഘവും നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ, മുസ്ലിം വിശ്വാസികളെ, മതവിശ്വാസികളെ വിളിച്ചു കൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം വന്നല്ലോ, വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. കാരണം അവർക്ക് സ്വതന്ത്രമായി മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്, ഒരു മതേതര സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയാണ് ദേവസ്വം മന്ത്രി. അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് സംശയമുണ്ട്.
അയ്യപ്പ സംഗമത്തിൽ NSS നിലപാടിൽ സംശയിക്കേണ്ടതില്ലെന്നും കുമ്മനം പറഞ്ഞു. വിശ്വാസം വളരെ പ്രധാനമാണെന്നാണ് NSS പറഞ്ഞത്. വിശ്വാസം സംരക്ഷിക്കാത്ത സർക്കാരിനെ അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു NSS ചെയ്തത്. ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭ കാലത്ത് ഏതാണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് NSS. പക്ഷെ അവർക്ക് ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർക്ക് എതിർപ്പില്ല. അപ്പോൾ വിശ്വാസം വളരെ പ്രധാനമാണെന്ന് NSS പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വാസം വളരെ പ്രധാനമാണ്. പക്ഷെ NSS ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, സർക്കാരിന്റെ നല്ല ഉദ്ദേശമാണെന്ന്. അല്ലെന്ന്, വിശ്വാസം അതാണ് പറഞ്ഞൊരു പോയിന്റ്. വളരെ ഇതാണ്. രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും. 2, വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത, വിശ്വാസം ധ്വംസിച്ച ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടത്തുകയാണ്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? അതാണ് ആ ഒരു സംശയമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷേ യോഗക്ഷേമ സഭ എതിർത്തതുപോലെ SNDP എതിർക്കുന്നില്ല. എതിർക്കുന്നതിന് ഓരോ രീതിയുണ്ട്. NSSും വളരെ വ്യക്തമായിട്ടാണ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്തൊരു സർക്കാരിനോടാണ് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കണം. നമ്മളും അതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസം ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, നിങ്ങളത് പിൻവലിക്കണം. അത് പറയുന്നത് എന്താ, തെറ്റെന്താ? അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്ന എന്താ ഉറപ്പ്? ഇവിടുത്തെ ഭക്തജനങ്ങൾ, വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി UDF. ആചാരലംഘനം നടത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാനും സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിലെടുത്ത കേസുകൾ ഒഴിവാക്കാനും സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിയുള്ള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു. അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സതീശൻ തയ്യാറായില്ല. ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയാൽ സഹകരിക്കണമോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാമെന്ന നിലപാടിലാണ് UDF. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സംഘമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിലെത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPM-ഉം LDF-ഉം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റും. CPM വിശ്വാസികൾക്കൊപ്പമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചത്. ഇന്നും നാളെയും ഇന്നലെയും വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി. സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ്. വർഗീയവാദികളെ അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും വിശ്വാസികളെ അണിനിരത്തിയാണ് വർഗീയതയെ ചെറുക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം, വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം കാര്യം. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. രണ്ട് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ട് കടന്ന് ഒരുത്തരം പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റ് പല ഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ഒന്നുകൂടി
വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സഖാവ് അജയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ RSSന്റെ കാട്ടാളത്തപരമായ നിലപാടിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ അനുസ്മരണ സമ്മേളനവും നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിജ്ഞയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഓരോന്നായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിനെല്ലാം പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് പോകും. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ സംഘപരിവാർ സംഘടനകൾ. ഈ മാസം 22-ന് പന്തളത്താണ് സംഗമം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ RV ബാബു, ബദലായിട്ടൊരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ഹിന്ദു ഐക്യവേദി ആലോചിക്കുന്നുണ്ട് അല്ലേ? ഹിന്ദു ഐക്യവേദി, ഹൈന്ദവ സംഘടനകളെല്ലാം ചേർന്നിട്ടാണ് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് വൈകാതെ തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. എന്താണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി എവിടെയായിരിക്കും? പന്തളത്തായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ പന്തളം ഒരു നല്ല ഓപ്ഷൻ ആണല്ലോ. എന്തായാലും അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തളം. പന്തളക്കാരും ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾക്കൊപ്പമാണ്.